പ്രതീക്ഷിച്ചത് സംഭവിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ സൈന്യത്തെ വിന്യസിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. അമേരിക്കയിൽ ജനിച്ച US പൗരത്വത്തിനുള്ള അവകാശം എന്ന ആ നിയമം റദ്ദാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ട്രംപ് പറഞ്ഞത് അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കുമെന്നാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. US മെക്സിക്കോ അതിർത്തിയിലാണ് ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനമാകുകയും ചെയ്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ മെക്സിക്കൻ അതിർത്തി വഴിയാണ്. ട്രംപ് പറയുന്നത് ദശലക്ഷക്കണക്കിന് ക്രിമിനലുകളാണ് ഇത്തരത്തിൽ കുടിയേറി അമേരിക്കയിൽ ഈ കുറ്റകൃത്യങ്ങളിലും മറ്റും ഏർപ്പെടുന്നത്. അവർ വന്ന രാജ്യത്തേക്ക് തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് തങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്നാണ്. ഏതായാലും വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലിയാണ് ഈ പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പിന് മുൻപേ ട്രംപ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം ആ തീരുമാനം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനി മെക്സിക്കോ അതിർത്തി വഴി കടന്നു വരുന്നവർക്ക് മതിയായ രേഖകളുണ്ടെങ്കിൽ അപേക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇനി അമേരിക്ക ആർക്കും അഭയം നൽകില്ല. അങ്ങനെ ഒരു നിയമം അമേരിക്കയിലുണ്ട്. ആ നിയമം മാറ്റാനുള്ള ശ്രമമാണ് തൻ്റേതെന്നും കൂടി ട്രംപ് പറയുന്നു. അതായത് ക്ലീൻ അമേരിക്ക എന്നുള്ള ഒരു മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉയർത്തിയിരുന്നു. ഫസ്റ്റ് അമേരിക്ക, ക്ലീൻ അമേരിക്ക, അങ്ങനെ അനവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ക്ലീൻ അമേരിക്ക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അനധികൃത കുടിയേറ്റക്കാർ മറ്റും അവിടെ കുടിയേറി അവിടെ അക്രമ സംഭവങ്ങൾ ഏർപ്പെടുകയും മറ്റും ചെയ്യുന്നുണ്ട്. പലപ്പോഴായി പ്രതിഷേധ പ്രകടനങ്ങളുടെ രൂപത്തിൽ വരുന്നത് കത്തിക്കുത്തിലും മറ്റും തീരുന്ന പ്രതിഷേധങ്ങളായി മാറുന്നുണ്ട്. അതായത് കുടിയേറിയവർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ വലിയ കലാപമായി UK മറ്റും മാറിയത് നാം കണ്ടതാണ്. അത്തരത്തിലൊരു അമേരിക്കയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ്. ഏതായാലും മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ തുടങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.